അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ പാർട്ട് 13 നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് നമുക്കൊരു പട്ടിക്കുട്ടീനെ കണ്ടുപിടിക്കണം. നമ്മൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ എപ്പിസോഡിൽ ട്രീ ഹൗസ് വെറുതെ ഉണ്ടാക്കിയതല്ല, അതിൻ്റെ ഒരു പെറ്റിന് വേണ്ടി ട്രീ ഹൗസ് ഉണ്ടാക്കിയതാണ്. പിന്നെ എനിക്കൊരു സംശയമുണ്ട്, പെറ്റിനെ എങ്ങനെ മോളിക്ക് അതിൻ്റെ ലീഷ് ഉണ്ടല്ലോ, ലീഷ് എടുത്തോണ്ട് വലിക്കാം. അപ്പം നേരം നമുക്ക് ഇങ്ങനെ വീഡിയോക്ക് പോവാം. അപ്പോൾ ഗൈസ്, എൻ്റെ എല്ലിക്ക് എവിടെ നിന്ന് കിട്ടിയ എൻ്റെ മോപ്പ് ഫാർം ഉണ്ടല്ലോ, മോപ്പ് ഫാർമിൽ വെക്കാനാണ്. പിന്നെ എനിക്ക് കുറച്ച് പേരൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അത് പിന്നെ എഴുതാണ്ട് നെയിം ബോർഡിൽ. ഞാൻ അത്ര പോപ്പുലർ യൂട്യൂബറൊന്നും അല്ലാത്തത് കൊണ്ട് അധികം ആൾക്കാരൊന്നും നെയിം ബോർഡിൽ പേരിടുന്നില്ല. ഈ പേര് 2 കാര്യത്തിന് യൂസ് ചെയ്യും. എൻ്റെ പട്ടിക്കുട്ടീന് പേരിടാനും പിന്നെ നമുക്കിടാം. പട്ടിക്കുട്ടിന് പേരിടാനും കിട്ടണമെന്നില്ല. പട്ടിക്കുട്ടിന് പേരിടാനും പിന്നെ നെയിം ബോർഡ് ഇടാനും കിട്ടണമെന്നില്ല. അപ്പോൾ ഗൈസ്, നമുക്കിങ്ങനെ പട്ടിക്കുട്ടി തപ്പൽ തുടങ്ങാം. ഇവിടെയാണ് കൂടുതലും പട്ടിക്കുട്ടീനെ കണ്ടിട്ടുള്ളത്. ചിലപ്പോൾ ഇവിടെ തന്നെ സ്പോണാവാൻ സാധ്യത. അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. ഇവിടെ സ്പോണായി കിട്ടും, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കണ്ടേ. തോരണം. അതുപോലെ നമ്മളെ ഇവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വാ. എവിടെ ഇങ്ങോട്ട് വാ. എങ്ങോട്ട് നോക്കിക്കുക. ഭാഗ്യം ഇങ്ങോട്ട് വന്നേ. 2 ഉണ്ട് കേട്ടോ, അവിടെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിന് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് വാ. നമുക്ക് ഇതിനെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോവാം. നമ്മളിൽ നെയിം ചേഞ്ച് ടാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പാടാണിത്. വാ. അപ്പോൾ ഗൈസ്, ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു എൻ്റെ വേൾഡിൻ്റെ ഇവിടെ ആയിട്ട് ഒരു തരം കുളം പോലെ ഉണ്ടാക്കാൻ ഒരു ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് അത് ചെയ്യണം, അതൊരു ഡെക്കറേഷനായിട്ട് വെക്കണം, അങ്ങനെ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഇന്ത്യയിൽ അതിന് ലീഷ് ഉണ്ടോ നോക്കാൻ. ഒരു ലീഷ് ഉണ്ട്. ഈ ലീഷ് എടുക്കാം നമുക്ക്. നാരബിന് ലീഷ് ചെയ്യാം. ഈ നാരബിനെ കൊണ്ടുപോകണം. ഒന്ന് വെയിറ്റ് ചെയ്യോ. നമുക്ക് ഈ ബാണ്ട് തുറക്കാം. ഇതിങ്ങനെ പൊക്കാം. ഇങ്ങോട്ട് വാ. ഇതിനെന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇത് ഇവിടുന്ന് ചാവണ പോലെ. നമുക്ക് തൽക്കാലം ഇങ്ങനെ ചെയർ ഉണ്ടാക്കാം. എന്നിട്ട് ഇതിനെ മുകളിൽ കയറ്റാം. ചെയർ ഉണ്ടാക്കി ഇങ്ങനെ പോവാം. നമ്മൾ പട്ടിക്കുട്ടീനെ ഇങ്ങോട്ട് കയറ്റാനുള്ള പരിപാടി. ആരത്തെ പട്ടിക്കുട്ടീനെ നിൽക്കുക.
നമുക്ക് ഇനി ഇവിടെ ഒരു ഉണ്ടാക്കാം. ഇത് നമുക്ക് ഇവിടെ കയറാം. ഇതാണ് പ്രശ്നം ഗൈസ്. മാറി ഇതാണ് പ്രശ്നം. ഇതിനെ ഞാൻ വീട്ടിൽ തന്നെ എടുത്താം. എങ്ങനെയാണെങ്കിൽ വീട്ടിൽ തന്നെ എടുക്കണ്ടായിരുന്നു ഗൈസ്. ഇഷ്ടം കിടന്ന് താഴത്തേക്ക് ചാടുക. അവൻ്റെ ഹെൽത്ത് നല്ല കുറേ ഉണ്ട് കേട്ടോ. ഇതിലാണെങ്കിൽ അതുണ്ട്, സ്റ്റിക്ക് ഉണ്ട്, അടുത്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, ഇങ്ങോട്ട് വാ. നമുക്ക് തൽക്കാലം നമ്മുടെ വീട്ടിൽ തന്നെ പെടാം. ഇതിനെ ഇതാദ്യം ഇവിടെ നിന്ന് കെടുക്കട്ടെ. ഇരുത്തിയിട്ടുണ്ട്. നല്ല കാലം ഇങ്ങോട്ട് ചേർന്നിരുത്തോട്ടെ. ഇതിൻ്റെ ബഡ്ഡി കയറിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ബോർഡിൽ നെയിം എഴുതാം. സ്നോലി എന്ന പേര്. അപ്പോൾ താങ്ക് യു ബ്രോ പേരിട്ടതിന്. സ്നോവി എന്താണ് പേര്? ഞാനിപ്പോൾ പേര് മറന്നു പോയി എന്നൊരു സംശയമുണ്ട്. ഇപ്പം കിട്ടി. സ്നോവിയാണ് ആളുടെ പേര് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേരും ഇങ്ങനെ എഴുതണമെങ്കിൽ നമ്മളെ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണം. പിന്നെ ഈ വീഡിയോയിൽ അത്ര ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഈ പട്ടിക്കുട്ടീനെ മോളിൽ കയറ്റണം, അതിന് കുറേ സമയം എടുക്കും. പിന്നെ അടുത്ത എപ്പിസോഡിൽ എനിക്ക് ഡയമണ്ട് ആർമറൊക്കെ ആവണം. ഡയമണ്ട് ആർമർ ആവാൻ കുറേ സമയമൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.